ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന വീഡിയോ ഇതുപോലെ ബട്ടൺസൊക്കെ വെച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു സ്ലീവിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആണ്. ഈ ഒരു സ്ലീവ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ തുണി ഇതുപോലെ നാലായി മടക്കി എടുക്കണം. തുണി ഇതുപോലെ മടക്കി എടുത്തിട്ടുണ്ട്. സ്ലീവിൻ്റെ ടോട്ടൽ ലെങ്ത്ത് വേണ്ടത് 18 ഇഞ്ചാണ്. ഞാൻ ഇതിൽ നിന്ന് 16 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. 2 ഇഞ്ച് വീതിയുള്ള വേറൊരു പീസ് തുണി വെച്ച് ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യണം. ഇനി ഇവിടെ നിന്നും താഴേക്ക് 3 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഈ കോർണറിൽ നിന്നും 3 ഇഞ്ച് മാർക്ക് ചെയ്ത ലൈനിലേക്ക് 9 ഇഞ്ച് മാർക്ക് ചെയ്യണം. എന്നിട്ട് ഇതുപോലെ സ്ലോപ്പാക്കി ഒന്ന് വരച്ചെടുക്കാം. ഈ ലൈനിൽ 9 ഇഞ്ചിൻ്റെ പകുതി 4.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൈക്കുഴി ഇതുപോലെ ഒന്ന് വരച്ചെടുക്കണം. സ്ലീവിൻ്റെ താഴത്തെ വീതി ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഈ മാർക്ക് ചെയ്ത സൈഡിലൂടെ തുണി കട്ട് ചെയ്തെടുക്കാം. സ്ലീവ് സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ സെൻറ്റർ അറിയാൻ വേണ്ടി ഇവിടെ ഒരു ചെറിയ കട്ടിങ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ 2 സ്ലീവും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ സ്ലീവിൻ്റെ കഫ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് 5 ഇഞ്ച് വീതിയും 12 ഇഞ്ച് നീളവും ഉള്ള 2 പീസ് തുണി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ സ്ലീവിൻ്റെ സ്റ്റിച്ചിങ് എങ്ങനെയെന്ന് നോക്കാം. കഫിന് വേണ്ടി കട്ട് ചെയ്തെടുത്തിരുന്ന ഈ തുണിയുടെ 2 സൈഡും മോശം വശത്തേക്ക് 1/4 ഇഞ്ചിലൊന്ന് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. രണ്ട് സൈഡും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ സ്ലീവിൻ്റെ താഴ്ഭാഗത്ത് സെൻറ്റർ അറിയാൻ വേണ്ടി ഇവിടെ ഒരു ചെറിയ കട്ടിങ് ഇട്ട് കൊടുക്കണം. ഇതുപോലെ കഫിന് വേണ്ടി കട്ട് ചെയ്തെടുത്തിരുന്ന തുണിയിലും ചെയ്തെടുക്കണം. ഈ തുണിയുടെ നല്ല വശം മുകളിൽ വരുന്ന പോലെ നിവർത്തിയിട്ടിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് സ്ലീവിൻ്റെ നല്ല വശവും മുകളിൽ വരുന്ന പോലെ നിവർത്തിയിടണം. 2 തുണിയുടെയും സെൻറ്റർ കറക്റ്റാക്കി വെക്കണം. ഇനി 2 സൈഡിൽ നിന്നും ഇതുപോലെ ഞെറിവുകളിട്ട് ഈ ഒരു സൈഡിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ കഫിൻ്റെ ഭാഗം ഇതുപോലെ ഒന്ന് നിവർത്തി താഴ്ഭാഗം 1/4 ഇഞ്ച് മോശം വശത്തേക്കൊന്ന് മടക്കിയിട്ട് പകുതിയിൽ നിന്ന് മുകളിലേക്ക് ഒന്നുകൂടെ മടക്കി ഈ ഒരു സൈഡിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ ഈ ഒരു സ്ലീവിൻ്റെ സ്റ്റിച്ചിങ്.
ഇനി ഈ സ്ലീവിൽ ബട്ടൺസ് ഹോളും സ്റ്റിച്ച് ചെയ്തെടുക്കണം. വളരെ എളുപ്പമാണ് ഈ ഒരു സ്ലീവ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും കമൻറ്റും ചെയ്യണം. വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. ഇതുപോലെയുള്ള വീഡിയോസുമായി വീണ്ടും കാണാം. അതുവരേക്കും ബായ്.